നമസ്കാരം, പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സിന്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വെള്ളിയാഴ്ചത്തെ US വിപണിയുടെ തകർച്ചയ്ക്ക് ശേഷമുള്ള ആദ്യ വ്യാപാര ദിനത്തിലേക്കാണ് കടക്കുന്നത്. കോവിഡ് പാൻഡമിക്കിന് ശേഷമുള്ള ഏറ്റവും കനത്ത ഇടിവാണ് ഡൗ ജോൺസിൽ ഉണ്ടായിരുന്നത്. 2200 പോയിന്റ് ഡൗ ജോൺസ് വെള്ളിയാഴ്ച ഇടിഞ്ഞു. US സൂചികൾ ബെയറിഷ് ടെറിട്ടറിയിലേക്ക് നീങ്ങിയതായി കാണാം. 2 ദിവസം കൊണ്ട് നിക്ഷേപകരുടെ $5 ട്രില്യൺ നഷ്ടമായത്. ആഭ്യന്തര വിപണിയിലും വെള്ളിയാഴ്ച ഷാർപ്പ് സെൽ ഓഫ് ആണ് ഉണ്ടായത്. 22,904 വ്യാപാരം അവസാനിപ്പിച്ചത്. പ്രമുഖ അമേരിക്കൻ TV അവതാരകനും മാർക്കറ്റ് അനലിസ്റ്റുമായ ജിം ക്രാമർ ഇന്ന് US വിപണിക്ക് ബ്ലാക്ക് മൺഡേ ആയിരിക്കും എന്ന വിലയിരുത്തൽ നടത്തിയിരിക്കുകയാണ്. 1987 ഒക്ടോബറിലാണ് ബ്ലാക്ക് മൺഡേ എന്ന് വിശേഷിപ്പിക്കുന്ന ലോകത്തെ തന്നെ നടുക്കിയ വലിയ മാർക്കറ്റ് ക്രാഷ് ഉണ്ടായത്. അന്ന് ഡൗ ജോൺസ് ഒറ്റ ദിവസത്തിൽ 22.6% ഇടിവാണ് രേഖപ്പെടുത്തിയത്. 1987 സമാനമായ സാഹചര്യം US വിപണിയിൽ ഉണ്ടായിരിക്കുന്നു എന്നാണ് അദ്ദേഹം മാഡ് മണി എന്ന CNBC TVയിലെ ഷോയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. US പ്രസിഡന്റ് രാജ്യങ്ങളുമായി സഹകരിച്ചില്ല എങ്കിൽ കാര്യങ്ങൾ കൂടുതൽ പരിതസ്ഥിതിയിലാകുമെന്ന് അദ്ദേഹം പറയുന്നു. 1987 തുടർച്ചയായ 3 ദിവസത്തെ കനത്ത ഇടിവിന് ശേഷമാണ് ഡൗ ജോൺസിൽ 22% നഷ്ടമുണ്ടായത്. 2007-2008 ഫൈനാൻഷ്യൽ ക്രൈസിസിൽ ഇതുപോലൊരു പ്രസ്താവന നടത്തുകയും അത് തെറ്റുകയും ചെയ്തതിന്റെ പേരിൽ വലിയ തോതിലുള്ള വിമർശനം നേരിട്ട ആൾ കൂടിയാണ് അദ്ദേഹം. ഏതായാലും വിപണികളിൽ എത്രത്തോളം പാനിക് സെൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നിക്ഷേപകർ ഉറ്റുനോക്കുന്നത്. വെള്ളിയാഴ്ച ഫെഡറൽ റിസർവ് ചെയർമാനായിട്ടുള്ള ജെറോം പവലും മുന്നോട്ടേക്ക് റേറ്റ് കട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശങ്കകൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇൻഫ്ലേഷനുമായി ബന്ധപ്പെട്ട ആശങ്കകൾ വർദ്ധിച്ചിട്ടുണ്ട് എന്നും ഇനി മുന്നോട്ടേക്ക് ഉടനടി റേറ്റ് കട്ട് ഉണ്ടാകില്ല എന്നുള്ള സൂചനകളും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ചൈനയുമായിട്ടുള്ള ട്രേഡ് ഡെഫിസിറ്റ് പരിഹരിക്കണമെന്നും ഓരോ വർഷം $1 ബില്യൺ നഷ്ടമാണ് അമേരിക്കയ്ക്ക് ഉണ്ടാകുന്നത് എന്നും US പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. അതിനാൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വരെ മറ്റൊരു ഡീലിനും താൻ തയ്യാറാകില്ല എന്നതും കൂടി അദ്ദേഹം ക്ലിയർ കട്ട് ആയിട്ട് തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇന്ന് മാർക്കറ്റുകളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള ക്രാഷ് തന്നെയാണ് നമുക്ക് തുടക്ക വ്യാപാരങ്ങളിൽ കാണുന്നത്. ഏഷ്യൻ വിപണികളിലൊക്കെ വലിയ തോതിലുള്ള സെൽ ഓഫ് കാണുന്നുണ്ട്. സൺഡേ US സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിനും വലിയ തോതിലുള്ള ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡൗ ജോൺസ് ഇൻഡസ്ട്രിയൽ ഫ്യൂച്ചേഴ്സ് 1405 പോയിന്റിന്റെ ഒരു ഇടിവ് സൺഡേ ഈവനിങ്ങിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. S&P 500 ഫ്യൂച്ചേഴ്സ് 4.3% നഷ്ടവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാസ്ഡാക്ക് 100 ഫ്യൂച്ചേഴ്സ് 5.4% നഷ്ടമാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ ഏഷ്യൻ വിപണികളിലും വലിയ തോതിലൊരു സെൽ ഓഫ് രേഖപ്പെടുത്തുന്നുണ്ട്. ജാപ്പനീസ് മാർക്കറ്റിൽ ഏകദേശം നിക്കി 225 8.03% ഒരു ഇടിവോട് കൂടിയിട്ടാണ് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത്. ടോപ്പിക്സ് ഇൻഡെക്സും 8.64% നഷ്ടം രേഖപ്പെടുത്തിയിരുന്നു. ജാപ്പനീസ് ഫ്യൂച്ചേഴ്സിനെ സംബന്ധിച്ച് സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഹിറ്റ് ചെയ്തതിനെ തുടർന്ന് സസ്പെൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഉയർന്നിട്ടുണ്ട്. സൗത്ത് കൊറിയയിൽ കോസ്പി ഇൻഡെക്സ് 4.34% ഇടിവോട് കൂടിയിട്ടാണ് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത്. സ്മോൾ ക്യാപ് കോസ്ഡാക്കും 3.48% നഷ്ടം രേഖപ്പെടുത്തിയിരിക്കുന്നു. ആസ്ട്രേലിയയുടെ S&P ഓസ്ട്രേലിയൻ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് 6.07% ഇടിവോട് കൂടിയിട്ടാണ് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി 900 പോയിന്റിന്റെ നഷ്ടത്തോടു കൂടിയിട്ടാണ് ഇന്നിപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്നത്. ഏഷ്യൻ വിപണികളിൽ ആ ഒരു ഇടിവ് അതേ തോതിൽ തന്നെ തുടരുന്നതായിട്ട് കാണാം. ഗിഫ്റ്റ് നിഫ്റ്റി നിലവിൽ 3.4% ഒരു നഷ്ടമാണ് രേഖപ്പെടുത്തുന്നത്. നിക്കി 225 5% ഇടിവിലേക്ക് പോയിട്ടുണ്ട്. അതായത് 1900 പോയിന്റുകളുടെ നഷ്ടം നിക്കി 225 കാണുന്നു. സ്ട്രേറ്റ് ടൈംസ് 5.48% നഷ്ടമാണ് രേഖപ്പെടുത്തുന്നത്. തായ്വാൻ വെയ്റ്റഡിൽ 2000 പോയിന്റിന്റെ ഒരു ഇടിവ് നമുക്ക് കാണുന്നുണ്ട്. 9.66% നഷ്ടമാണ് തായ്വാൻ വെയ്റ്റഡിൽ ഉള്ളത്. കോസ്പി ഇപ്പോൾ 104 പോയിന്റിന്റെ നഷ്ടത്തോടു കൂടിയിട്ട് വലിയ തോതിലൊരു ബ്ലഡ് ബാത്ത് വിപണികളിൽ കാണാം. ബ്ലഡ് ബാത്ത് ആണ് ഇപ്പോൾ വിപണികളിൽ കാണുന്നത്. സോ നമ്മുടെ ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ചും തീർച്ചയായിട്ടും ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. നമ്മൾ ഈ ഒരു റീസെൻ്റ്ലി നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലോ ആയിട്ടുള്ള 21,964 എന്നൊരു റേഞ്ചിലേക്ക് പോകാനുള്ള സാധ്യതകൾ തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അതായത് ഗിഫ്റ്റ് നിഫ്റ്റി ഓൾറെഡി 900 പോയിന്റിന്റെ ഒരു നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെള്ളിയാഴ്ച ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ നിഫ്റ്റിയെ സംബന്ധിച്ച് 22,900 എന്നൊരു റേഞ്ചിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് എക്സ്പെക്ട് ചെയ്യുന്നതിനാൽ മാർച്ച് 4 ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന 21,964 എന്നൊരു റേഞ്ചിൽ നിഫ്റ്റി വ്യാപാരം തുടങ്ങാനുള്ള സാധ്യതകൾ തന്നെയാണ് നമുക്ക് മുന്നിൽ ഇപ്പോൾ കാണുന്നത്.
കമ്മോഡിറ്റി മാർക്കറ്റ്സിൽ ക്രൂഡ് ഓയിലും വലിയ തോതിലുള്ള ഒരു ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. ബാരലിന് $60 താഴേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ ആഴ്ച ക്രൂഡിനെ സംബന്ധിച്ച് വലിയ തോതിലുള്ളൊരു ഇടിവ് തന്നെയായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. 6% ഒരു ഇടിവ് ക്രൂഡ് ഓയിലൊക്കെ തന്നെ കാണാൻ സാധിച്ചിരുന്നു. WTIനെ സംബന്ധിച്ച് 2021 ഏപ്രിലിന് ശേഷമുള്ള ഏറ്റവും കനത്ത ഇടിവായിരുന്നു ഉണ്ടായിരുന്നത്. സോ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ തോതിലുള്ള ഒരു പാനിക് സെല്ലിംഗ് നമുക്ക് വിപണികളിലൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ടെക്നിക്കൽസ് നമ്മൾ പ്രധാനമായിട്ടും സൂചിപ്പിക്കുമ്പോൾ LKP സെക്യൂരിറ്റീസിലെ രൂപക് ദേ പറഞ്ഞിരുന്നത് 22,900 എന്നുള്ള ക്രൂഷ്യൽ സപ്പോർട്ടിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതകൾ തന്നെയാണ് ഇപ്പോൾ ഇന്നത്തെ ഒരു വിപണിയുടെ ഓപ്പണിംഗിൽ നമുക്ക് മനസ്സിലാകുന്നത്. അതോടൊപ്പം അപ്സൈഡ് 23,100 എന്ന റേഞ്ചും റെസിസ്റ്റൻസ് ആയിട്ട് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. HDFC സെക്യൂരിറ്റീസിലെ നാഗരാജ് ഷെട്ടിയെ സംബന്ധിച്ച് 22,800 എന്നൊരു ലെവൽ ബ്രേക്ക് ചെയ്താൽ 22,350 വരെ പോകുമെന്ന് സൂചിപ്പിച്ചിരുന്നു. 23,150 ആണ് നാഗരാജ് ഷെട്ടി പറഞ്ഞു വെക്കുന്ന ഒരു റെസിസ്റ്റൻസ്. നിഫ്റ്റി ബാങ്കിൽ 50,500 50,600 എന്നൊരു ലെവലിലാണ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് എന്ന് സാംകോ സെക്യൂരിറ്റീസിലെ ഓം മെഹ്റയും അഭിപ്രായപ്പെടുന്നുണ്ട്. എങ്കിലും ഇന്നിപ്പോൾ ഈ പറയുന്ന നമ്മൾ ഇന്നിപ്പോൾ മെൻഷൻ ചെയ്തിട്ടുള്ള സപ്പോർട്ടുകളൊക്കെ തന്നെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. FIIസിനെ സംബന്ധിച്ച് നെറ്റ് സെല്ലേഴ്സ് ആയിട്ട് തന്നെ വീണ്ടും അവർ മാറിയിരിക്കുകയാണ്. വെള്ളിയാഴ്ചത്തെ വിപണിയിൽ DISനെ സംബന്ധിച്ച് 1,720 കോടി രൂപയുടെ ഓഹരികൾ വിറ്റഴിച്ചിട്ടുണ്ട്. FIIസും 3,484 കോടി രൂപയുടെ ഓഹരികൾ വിറ്റഴിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇനി ഇന്ത്യ വിക്സ് വെള്ളിയാഴ്ച 1.13% വർധനവ് രേഖപ്പെടുത്തി 13.76 എന്ന റേഞ്ചിലായിരുന്നു സെറ്റിലായത്. അവസാനമായിട്ട് ഇന്ന് ശ്രദ്ധിക്കേണ്ട സ്റ്റോക്സ് കൂടി നോക്കാം. നമുക്ക് ഓവറോൾ സൂചികകളിലൊക്കെ തന്നെ ഒരു സെൽ ഓഫ് ഉണ്ടാകുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. എങ്കിൽ പോലും ഇന്നിപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റിയ കുറച്ച് ഓഹരികൾ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ ആദ്യമായിട്ട് ഡിഫൻസ് ഓഹരികളെ സംബന്ധിച്ച് ഒരു ന്യൂസ് അപ്ഡേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു പ്രതിരോധ മേഖലയിൽ ഒരു പങ്കാളിത്തം ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ഇപ്പോൾ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അത് ഭാവിയിൽ ഡിഫൻസ് കമ്പനികളെ സംബന്ധിച്ച് വലിയ തോതിൽ പോസിറ്റീവായിട്ട് ബാധിക്കാനുള്ള ഒരു അപ്ഡേഷൻ തന്നെയാണ്. സോ ഡിഫൻസ് ഓഹരികൾ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. യെസ് ബാങ്ക് ആണ് മറ്റൊരു ഓഹരി. ബാങ്കിനെ സംബന്ധിച്ച് SME ബാങ്കിങ് വെർട്ടിക്കൽസിലെ 2 സീനിയർ ലെവലിലുള്ള ഓഫീസേഴ്സ് റിസൈൻ ചെയ്തതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സ് ആണ് മറ്റൊരു സ്റ്റോക്ക്. ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് ജാഗോർ ലാൻഡ് റോവറിന്റെ ഷിപ്മെന്റ് US-ലേക്കുള്ള ഷിപ്മെന്റ് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു എന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. US-ന്റെ ഭാഗത്തു നിന്നും ഈ ഒരു താരിഫിന്റെ പ്രഖ്യാപനം വന്നതിന് പിന്നാലെയാണ് ഇത്തരം ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ആണ് മറ്റൊരു കമ്പനി അവരുടെ മുംബൈ പോർട്ട്ഫോളിയോ എക്സ്പാൻഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പുതിയ പ്രൊജക്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ശ്രദ്ധിക്കാവുന്നതാണ്. കമ്പനിയുടെ Q4 ബിസിനസ് അപ്ഡേറ്റ്സ് വന്നിരുന്നു. 14,250 കോടി രൂപയുടെ ഗ്രോസ് ഡിസ്ബേഴ്സ്മെന്റ് 4ാം പാദത്തിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. നല്ലൊരു വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ബാങ്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ഇന്ത്യൻ ബാങ്ക് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിസിൽ 5% വർധനവ് ടോട്ടൽ ബിസിനസ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ബിസിനസ് അപ്ഡേറ്റ്സിൽ അറിയിച്ചിട്ടുണ്ട്. 13.25 ലക്ഷം കോടി രൂപയുടെ ബിസിനസ് 4ാം പാദത്തിൽ ബാങ്ക് രേഖപ്പെടുത്തിയതായിട്ട് അറിയിച്ചിട്ടുണ്ട്. ലാർസൻ ആൻഡ് ട്യൂബ്രോ ആണ് മറ്റൊരു കമ്പനി. ലാർസൻ ആൻഡ് ട്യൂബ്രോയെ സംബന്ധിച്ച് L&T ഗ്രീൻ എനർജി കണ്ട്ല പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പുതിയൊരു സബ്സിഡിയറി സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്.